ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഉദ്ധിതനായ യേശുക്രിസ്തുവിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, മെയ് 29 വ്യാഴാഴ്ച തിരുസഭ നമുക്ക് വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. സുവിശേഷം വളരെ ഹൈലൈറ്റ് ചെയ്ത് പറയുക അവസാനത്തെ വാക്യമാണ്. നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ഈ തിരുവചനം വായിച്ചപ്പോൾ മനസ്സിലേക്ക് ആദ്യം ഓടി വന്നത് വളരെ അടുത്തൊരു ബന്ധുവിൻ്റെ മുഖമാണ്. കല്യാണമൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം 2 ആൺകുട്ടികളൊക്കെയായി ഇങ്ങനെ സുഖകരമായി പോകുന്ന ഒരു കുടുംബം. പെട്ടെന്ന് ഗൃഹനാഥന് കാഴ്ച നഷ്ടപ്പെടുകയും അതേ തുടർന്ന് നടത്തിയ ചികിത്സയിൽ പിഴവ് വന്നത് മൂലം ശാരീരിക അസ്വസ്ഥതകൾ കൂടുകയും 2 വർഷത്തിനുള്ളിൽ മരണമടയുകയും ചെയ്തു. 2 കുട്ടികളുമായി മുൻപോട്ട് ഇനി എങ്ങനെ ജീവിക്കുമെന്ന് ദുഃഖിക്കുമ്പോൾ ലഭിച്ച കുറഞ്ഞ വരുമാനമുള്ള ചെറുജോലികൾ ചെയ്തു കഴിഞ്ഞുകൂടി. 10-14 വർഷമൊക്കെ ഇങ്ങനെ ആകുലപ്പെട്ടും കരഞ്ഞും കഷ്ടപ്പെട്ടുമൊക്കെ ഇങ്ങനെ കടന്നുപോയി. ഈ കഴിഞ്ഞ ഈസ്റ്ററിന് മുൻപ് നഗരയുള്ളവരിങ്ങനെ ഡയഗ്നേറ്റ് വിളിക്കാനായിട്ട് ചെല്ലുമ്പോൾ പുഞ്ചിരിയായിരുന്നു ഇവരുടെ മുഖത്ത്. ഇന്ന് 2 ആൺമക്കളും വളർന്ന് തങ്ങളുടേതായ രീതിയിൽ അമ്മയെ സഹായിക്കുകയും സംരക്ഷിക്കുകയുമാണ് ചെയ്യുക. മൂത്ത മകൻ IIT ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ജോലിക്ക് പ്രവേശിച്ചു. ഇളയ മകൻ രാവിലെ പഠനവും വൈകിട്ട് പാർട്ട് ടൈം ജോലിയും ചെയ്ത് തന്നാലാവുന്ന രീതിയിൽ അമ്മയെ സഹായിക്കുന്നു. ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കാണ് ഇന്ന് ഈ കുടുംബം സഞ്ചരിക്കുക. ദുഃഖങ്ങൾ ഒരിക്കലും എന്നേക്കുമായി നിലനിൽക്കില്ലെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈശോയുടെ ശിഷ്യരും ദുഃഖത്തിലാണ്. ഈശോ തൻ്റെ ഉദ്ധാനത്തെപ്പറ്റിയാണ് മുൻകൂട്ടി ഇങ്ങനെ അവരോട് സംസാരിക്കുക. പക്ഷെ അങ്ങനെയൊന്നും മുൻപ് കാണാത്ത ഇവർ യേശു പറയുന്നവ അവർക്കങ്ങനെ ഗ്രഹിക്കാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളെന്നെ അല്പസമയം കഴിഞ്ഞാൽ കാണുകയില്ല, എന്നാൽ വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ കാണുമെന്ന് യേശു പറയുമ്പോൾ ഇവൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നവർ ചോദിക്കുന്നത്. ദുഃഖത്തിലിങ്ങനെ മുങ്ങിപ്പോകുന്ന ഈ ശിഷ്യരെ യേശു ദുഃഖം ദീർഘനാൾ നിലനിൽക്കില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. രാവിനപ്പുറം പുലരി ഉണ്ടെന്നതുപോലെ യേശുയുടെ ഈ വേർപാടിന് ദുഃഖം ഉയർപ്പിൽ സന്തോഷമായി മാറുമെന്ന് ശിഷ്യരെ ബോധ്യപ്പെടുത്തുന്നു. ഈ ബോധ്യവും നമ്മളിലും ഉൾക്കൊള്ളാനാണ് സുവിശേഷം നമ്മോട് ആഹ്വാനം ചെയ്യുക. ഒരു ചെറുകഥ ഇപ്രകാരമാണ്. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച യുവാവ് കടൽ തീരത്ത് ആൾക്കൂട്ടവും ആരവവും ഒഴിയാൻ കാത്തിരിക്കുമ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞ് അയാളോട് ചോദിക്കുന്നു, കടലിനപ്പുറത്തും കരയുണ്ടല്ലേ? ഉത്തരം പറയാൻ വെമ്പുമ്പോൾ അവൾ വീണ്ടും ചോദിക്കുന്നു, സൂര്യൻ മുങ്ങുന്നത് വീണ്ടും പൊങ്ങാനാണല്ലേ? അന്ന് ആ ഇരുണ്ട വൈകുന്നേരം അയാൾക്ക് സൂര്യൻ ഉദിച്ചു. സൂര്യനെ നോക്കിയിരുന്ന പെൺകുട്ടിയോട് അയാൾ പറഞ്ഞു, നന്ദി. ജീവിത പ്രശ്നങ്ങളോട് മല്ലിട്ട് തോറ്റു പോകുന്ന നമ്മളോടും ഈ കുഞ്ഞിനെ പോലെ ഈശോ പറയുന്നുണ്ട്, ദുഃഖത്തിൻ്റെയും ഈ കണ്ണുനീരിൻ്റെയും കടലിനപ്പുറത്ത് സന്തോഷത്തിൻ്റെ ഒരു കരയുണ്ടെന്ന്. ദുഃഖത്തിലേക്ക് നീ മുങ്ങിപ്പോകുന്നത് നിന്റെ സന്തോഷത്തിൻ്റെ മാധുര്യം ഇരട്ടിയാക്കാനാണെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈശോ ശിഷ്യർക്ക് കൊടുത്ത ഈ ഉറപ്പ് നമുക്കും ഉറപ്പാകട്ടെ. ദുഃഖത്തിൻ്റെ നിരാശകളിൽ നിന്ന് സന്തോഷത്തിൻ്റെ പ്രത്യാശയിലേക്ക് നമുക്ക് കുതിച്ചുയരാം. അതിനായി സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.